ഹലോ മിസ്റ്റർ. ഏ എന്നെയാണോ? അതെ, നിങ്ങളെ തന്നെയാ. എൻ്റെ ഫ്രണ്ട് എവിടെയാ? എന്തോന്ന്? നിന്റെ ഫ്രണ്ടാ? നിന്റെ ഫ്രണ്ട് എവിടെ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? അത് നിന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്. അപ്പം നിനക്കല്ലേ അറിയത്തുള്ളൂ അവൻ എവിടാന്ന്. ദേ, ചുമ്മാതെ എൻ്റെ അടുത്ത് അടവൊന്നും എടുക്കരുത്. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. തൻ്റെ ആ ചുണ്ട് കുത്തിയ ഫ്രണ്ടില്ലേ, അവൻ എന്തോ ചെയ്തു എൻ്റെ ഫ്രണ്ടിന്? അയ്യോ, അതിന് ചുണ്ട് കുത്തിയെന്നല്ല പറയുന്നത്, പിയേഴ്സിങ്. ആ ടീയേഴ്സ് എൻ്റെ കോപ്പെങ്കിലും ആവട്ടെ. തൻ്റെ ഫ്രണ്ട് എവിടാടോ? നിനക്കിപ്പോൾ അറിയേണ്ടത് എൻ്റെ ഫ്രണ്ടിനെ പറ്റിയാണോ അതോ നിന്റെ ഫ്രണ്ടിനെ പറ്റിയാണോ? ഓ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. രണ്ടുപേരും എവിടാ? അവരുടെ രണ്ടുപേരെ മാരേജ് കഴിഞ്ഞു. വാട്ട്? മാരേജ് കഴിഞ്ഞെന്നോ? നിനക്കത് ചെവി കേട്ടൂടെ? കഴിഞ്ഞെന്നാ പറഞ്ഞത്. ബട്ട് അവൻ എന്നെ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല, അവൻ കരയുമായിരുന്നു. ഓ, അവൻ കരയുമായിരുന്നോ? പോട്ടാ, അവർ രണ്ടുപേരും ഒളിച്ചോടി പോയാ മാരേജ് ചെയ്തത്. അപ്പൊ അവരുടെ പേരൻസിന് ഓർത്തിട്ട് അവൻ കരയായിരിക്കും. അതൊക്കെ സ്വാഭാവികമല്ലേ? അല്ല, എന്നാലും എവിടെയോ ഒരു മിസ്റ്റേക്ക്. ഓ, ഒരു മിസ്റ്റേക്കും ഇല്ല. നീ അവൻ്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടുന്നത്. അവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയെങ്കിലും പോയി ചെന്ന് ജീവിക്കട്ടെ. അതും ശരിയാ. എന്നാലും എന്നാലും ഇല്ല. നീ ഇപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൂടിയാലോ? ഓടാ ലെവലാതി. എന്നാ പോ ചെല്ലി. എങ്ങനെ പോയാലും നമ്മളെ വലയിൽ തന്നെ വന്ന് വീഴാനുള്ളതല്ലേ. പോ. എന്താ പറഞ്ഞ? ഒന്നുമില്ല. ഉമ്മ പോയിക്കോ. ജെകെ, നിനക്ക് എന്താടാ പറ്റിയത്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ്. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ജിമിൻ, എന്താടാ? അത് പിന്നെ തേ ആരാടാ? അത് തയാങ്ങിന് എന്താടാ? തയാങ് വീട് വിട്ടുപോയോ? ഇല്ലടാ, ബട്ട് ഇങ്ങനെ പോയാൽ ഞാൻ അവനെ കൊല്ലേണ്ടി വരും. എന്തിനെ? അത് തയാങ് ആരാണെന്ന് നിനക്കറിയോ? ആരാ അവന്? ഇത്രയും നാള് ഞാൻ തിരക്കി നടന്ന ആ ബാസ്റ്റേഡിൻ്റെ അനിയനാടാ അവന്. എന്തോന്ന്? ആ പ്രൊഫസറിൻ്റെ അനിയനോ? ആണാടാ, ആ പ്രൊഫസറിൻ്റെ അനിയനാടാ അവന്. ഇനി എന്തോ ചെയ്യണം ഞാൻ? അവനെ കൊല്ലണോ സ്നേഹിക്കണോ എന്ന് എനിക്കറിയില്ല. ജെകെ, നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ടടാ. കഴിഞ്ഞത് കഴിഞ്ഞ്. ഇപ്പം നിനക്ക് സ്വന്തം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. ഇല്ല ജിമിൻ, തേയാണോ ജിയാണോ വലുതെന്ന് ചോദിച്ചാൽ എനിക്ക് വലുതെൻ്റെ ജിയാണോ തന്നെയാണ്. ഇന്നലെ കണ്ട ഒരുത്തന് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തി അനുഭവിച്ച വേദന ഞാൻ മറക്കണം? ജെകെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അവൾ മരിച്ചുപോയി. അവളാരും കൊന്നതല്ല. അത് അവളായിട്ട് എടുത്ത തീരുമാനമാണ്. അത് നീ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവൾ ഇങ്ങനൊരു തീരുമാനം എടുത്തു? ആ പ്രൊഫസർ അവളെ ചതിച്ചില്ലായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു. ഓക്കെ, ഞാൻ സമ്മതിച്ച്. പ്രൊഫസർ തെറ്റ് ചെയ്തു. അപ്പം തയാങ്ങോ ഒരു തെറ്റേ ചെയ്തുള്ളൂ. ആ കുടുംബത്തിൽ ജനിച്ചു. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതവൻ ചെയ്ത തെറ്റാണോ? ജെമിൻ, എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ആ ഒരു ബാസ്റ്റനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം മൊത്തത്തിൽ നശിപ്പിക്കുമെന്ന് 1 വർഷത്തിന് മുമ്പ് ഞാൻ തീരുമാനിച്ചതാണ്. അതിലിനി ഒരു മാറ്റം ഉണ്ടാവില്ല. അത് തേയാണെങ്കിൽ പോലും. പക്ഷേ ജെകെ, നിൻ്റെ ഫീലിങ്സ്? ഇല്ല ജിമിൻ, ഈ ജന്മത്തിൽ എനിക്ക് ആരെങ്കിലും സ്നേഹിക്കാനോ എന്നെ ആരെങ്കിലും സ്നേഹിക്കാനോ ഉള്ള യോഗം ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി ആ പയ്യനെ എന്തൊക്കെ ചെയ്യുമെന്തോ. ജെകെ, എന്താടാ? അത് ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ പയ്യനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തിന്? അല്ലടാ, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, വീട്ടിൽ കാണും. ഞാൻ വരുന്നില്ല. നീ പോയി ചെന്ന് കാണാം. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ നിന്ന് പിന്നെയും കുടിക്കാൻ പോവാണോ? ഇല്ല ജിമിൻ, ഞാൻ പുറകെ തന്നെ വന്നോളാം. നീ പോയിക്കോ. പെട്ടെന്ന് വരണം. എന്തിനാണ് നീ എൻ്റെ ലൈഫിലേക്ക് വന്നത്? നിന്നെ ഞാൻ എങ്ങനെയാണ് കൊല്ലേണ്ടത്? ഒരു സൈഡ് ചെയ്യണം, ഒരു സൈഡ് നീ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
പീറ്റർ. ആ സാർ. ടാങ്ങിൻ്റെ റൂം എവിടാ? സാർ അത് മുകളിലാണ്. അവന് ഫുഡ് കൊടുത്തായിരുന്നു? ഫുഡ് അത് പിന്നെ സാർ ആ ബ്രെഡും വെള്ളവും കൊടുത്തിട്ടുണ്ട്. വാട്ട്? അത് 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 പിന്നെ ബോസ് പറഞ്ഞിട്ടുണ്ട് ബ്രെഡും വെള്ളം അല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന്. ഓ ചേക്ക്, നിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? വയ്യനെ ഇവനെ വിട്ടിട്ട് കൊല്ലാക്കൊല ചെയ്യാൻ തോന്നുന്നല്ലോ. ആരാ ആരാ നിങ്ങൾ? പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നില്ല. ദാ ഈ ഫുഡ് കഴിക്കേ. വേണ്ട, ഞാൻ ബ്രെഡ് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉപദ്രവിക്കാനൊന്നും അല്ല വന്നിരുന്നു. ദാ ഈ ഫുഡ് കഴിക്കേ. നിനക്ക് ജേക്കയോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്തിന്? ജേക്കയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നറിയാം. അതെന്താണെന്നവൻ തുറന്നു പറയുന്നില്ല. തുടക്കത്തിൽ അവൻ പറഞ്ഞ അവന് പെട്മെറ്റ് വേണമെന്ന്. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. അതിനുശേഷം മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞു. അതും ഞാൻ സമ്മതിച്ചു കൊടുത്ത്. ബട്ട് ഇപ്പോൾ കാരണം പോലും പറയാതെ എന്നെ ടോർച്ചർ ചെയ്യുക. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതിനൊക്കെ അവന് അവൻ്റേതായ റീസണുണ്ട്. എന്ത് റീസൺ? ജിമി. ജെക്കെ, നിനക്കവനെ കാണാനുള്ള അനുവാദം മാത്രമേ തന്നുള്ളൂ, അല്ലാതെ അവനെ ഊട്ടയും ഉറക്കം ചെയ്യാനുള്ള അനുവാദം ഞാൻ തന്നിട്ടില്ല. അത് പിന്നെ ജെക്കെ, വെറും വെള്ളവും ബ്രെഡും മാത്രം കഴിച്ച് ഇവൻ എങ്ങനെയാണ് ജീവിക്കുക? ഇവനിങ്ങനെ പോയി കഴിഞ്ഞാൽ മരിച്ചു പോടാ. അതിനിവൻ ജീവിച്ചിരിക്കണമെന്ന് ആർക്കാടാ ഇപ്പം നിർബന്ധം? ജെക്കെ പ്ലീസ്, ഇങ്ങനെ പോയി ഇവൻ ചത്തുപോടാ. ചാവുന്നെങ്കിൽ ചാവട്ട്. ജെക്കെ, ജെക്കെ പ്ലീസ് ജെക്കെ, എന്തിനാ ജെക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ ജെക്കെ നിൻ്റെ അടുത്ത് ചെയ്തത്? നീ വാ തുറക്കരുത്. നിൻ്റെ അടുത്ത് ഞാൻ വല്ലതും ചോദിച്ചോ? ജിമി, ഇറങ്ങ് റൂമിൽ നിന്ന്. ഇല്ല, ഞാൻ പോകത്തില്ല. നീ എന്ത് ചെയ്യാൻ പോയവനെ? എന്ത് ചെയ്യാൻ പോകുന്നു അത് നിനക്ക് നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണണം. ജെക്കെ പ്ലീസ്, ജെക്കെ പ്ലീസ് എന്നെ വിട്. എനിക്ക് വേദനിക്കുന്നുണ്ട് ജെക്കെ, പ്ലീസ്. നിനക്കത്ര വട്ടായോ? വിടടാ അവന്. എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നവന്? അവൻ ചത്തോടാ. വിടടാ ജെക്കെ. ജിമിൻ, വിടന്നെ. ഇവനെനിക്ക് കൊല്ലണം. ഇവൻ്റെ ചേട്ടൻ കാരണം. ഇവൻ്റെ ചേട്ടൻ കാരണം എന്തൊക്കെ സംഭവിച്ചെന്ന് നിനക്കറിയാലോ അല്ലേ? ഇതിപ്പോൾ കുടിച്ചിട്ടുണ്ട്. പോടാ, റൂം വിട്ട് പോയിച്ചെന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഇല്ല ജിമി, ഇല്ല. ഇന്ന് നൈറ്റ് കൊണ്ട് തന്നെ ഞാനിവനെ കൊല്ലും. വേണ്ട ജെക്കെ, ഞാൻ പറയുന്ന മനസ്സിലാക്ക്. ഇപ്പം നീ നിൻ്റെ റൂമിൽ പോകാൻ നോക്ക്. പോ. നീ റെസ്റ്റ് എടുക്ക്. അവന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സോറി പറയാം. പ്ലീസ് നീ അവനെ വെറുക്കരുത് ഒരിക്കലും. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാ. ബട്ട് അവൻ്റെ സിറ്റുവേഷൻ അത് ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാടാ. അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. പ്ലീസ് നീ അവൻ്റെ അടുത്ത് ക്ഷമിക്കുക. ജെക്കെ പ്ലീസ്, കഴിഞ്ഞത് കഴിഞ്ഞ്. നിൻ്റെ കൈ കൊണ്ട് അവൻ മരിക്കുകയാണെങ്കിൽ കേസ് വേറെ വഴിക്ക് പോടാ. നീ ഇപ്പോൾ ഒരു മാഫിയ മാത്രമല്ല, ലീഗലി നീ അവനെ മാരേജ് ചെയ്ത ഒരാളും കൂടിയാണ്. അതുകൊണ്ട് എന്താ ആ ഒരു റീസൺ കാണാം ഞാൻ എല്ലാം മറക്കണമെന്നാണോ നീ പറയുന്നത്? എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്ത് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബാസ്റ്റേഡ് കാണാം അവൾ മരിച്ചുപോയി. ജിമിൻ, നിനക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നീ പിന്നെ അവൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യില്ലായിരുന്നു. നീ പറഞ്ഞ ശരിയാ. എനിക്കായിരുന്നെങ്കിൽ ഞാൻ പ്രതികാരം ചെയ്യുമായിരുന്നടാ. പക്ഷേ നിന്നെ പോലെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഒരു പാവം പിടിച്ചൊരു പയ്യനെ നീ എന്തൊക്കെയാടാ ചെയ്യുന്നത്? നീ ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ലേ? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ജെക്കെ. ആദ്യം നീ അവൻ്റെ അടുത്ത് പോയി ചെന്ന് സംസാരിക്കുക. കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തോന്നറിയാൻ എനിക്ക് വേണ്ടുന്നത് ആ ബാസ്റ്റേഡിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവൻ വേദന അനുഭവിക്കണം. ജെക്കെ പ്ലീസ്, ആദ്യം ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് മനസ്സിലാക്കുക. നീ അവൻ്റെ അടുത്ത് പോയി ചെന്ന് സംസാരിക്കുക. ഇപ്പോൾ വേണ്ട, നാളെ
നാളെ രാവിലെ നീ അവൻ്റെ അടുത്ത് പോയി ചെന്ന് സംസാരിക്കേ. അപ്പോൾ അവൻ്റെ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് അവനിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാം. ഓക്കെ ജിമിൻ, നീ പറഞ്ഞുകൊണ്ട് മാത്രം നാളെ ഞാൻ അവൻ്റെ അടുത്ത് പോയി ചെന്ന് സംസാരിക്കാം. അവൻ്റെ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൊല്ലും ഞാൻ അവനെ. ശരി, അപ്പോൾ നീ നാളെ അവൻ്റെ അടുത്ത് പോയി ചെന്ന് സംസാരിക്കും. എനിക്ക് ഉറപ്പുണ്ട് അവൻ എല്ലാ സത്യങ്ങളും നിൻ്റെ അടുത്ത് പറയുന്നു. താങ്ക് റൂമിലുണ്ടോ? ആ അതെ സാർ, റൂമിലുണ്ട്. ആ ജെകെ, നിന്റെ ചേട്ടൻ ഇപ്പം എവിടെ ഉള്ളത്? അത് എന്താ പറയാനൊരു പാട്. നീ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയച്ചന്. പറ നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? എന്തോന്ന്, എന്നെ പരലോകത്തേക്ക് അയക്കുന്നോ? എന്നാൽ പിന്നെ അതെത്ര പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. ഇനി നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊല്ലും. നീ മരിക്കണോ വേണ്ട എന്നൊക്കെ നിൻ്റെ തീരുമാനമാണ്. അതിനു മുമ്പ് എനിക്കറിയണം നിൻ്റെ ചേട്ടൻ എവിടെയാണ്. എൻ്റെ ചേട്ടൻ മരിച്ചുപോയി. നീ പിന്നെയും എന്നെ മടനാക്കാൻ നോക്കണം. സത്യം പറയത്തേ, എൻ്റെ ക്ഷമ നീ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ജെകെ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് എന്നെ എന്തിനെങ്കിലും ടോർച്ചർ ചെയ്യുന്നതെങ്കിലും പറ. അതറിയാനുള്ള അവകാശം എനിക്കില്ലേ? പ്ലീസ് ജെകെ, പ്ലീസ് പറ, എന്നെ എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്തിനെൻ്റെ ചേട്ടനെ നിങ്ങൾ തിരക്കുന്നത്? നിനക്കതൊക്കെ അറിയണമല്ലേ?